നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന് പറയുന്ന IBPS നിന്നാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ IBPS എന്ന് പറയുന്നത് എല്ലാ ബാങ്കിൻ്റെയും കൂടെ ഒന്നിച്ചുള്ള ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ്. ഇപ്പോൾ ബാങ്ക് ജോലിക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ്, നല്ലൊരു ജോലിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പല ബാങ്കിൻ്റെ എല്ലാം കൂടെ എക്സാമാണ് IBPS കണ്ടക്ട് ചെയ്യുന്നത്. ഒരു കോമൺ എക്സാം ആണെന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പ്രൊഫഷണൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനേഴ്സ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 1/7/2025 മുതൽ 21/7/2025 വരെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ഇനി എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ് വരെ പറയുന്നുണ്ട്. കോൾ ലെറ്റർ വരുന്നത് ഓഗസ്റ്റിലായിരിക്കും. എക്സാം പ്രിലിമിനറി കണ്ടക്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലായിരിക്കും. ഈ 3 സ്റ്റേജായിട്ടാണ് വരുന്നത്. പിന്നീട് ഇരിക്കുന്ന മെയിൻ എക്സാമാണ്. മെയിൻ എക്സാം ഒക്ടോബറിൽ കണ്ടക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് പേഴ്സണൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ഇൻ്റർവ്യൂ അത് നവംബർ അല്ലെങ്കിൽ ഡിസംബറോടെ കണ്ടക്ട് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. മെയിനായിട്ട് പറയുന്നത്. പിന്നീട് പറയുന്നത് ഏതൊക്കെ ബാങ്കുകളാണ് ഈ IBPSൻ്റെ എക്സാമിൽ പങ്കെടുക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്തരം ബാങ്കുകളാണ് മെയിൻലി ഇവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാം. ഇനി പ്രൊഫഷണറി ഓഫീസർ ട്രെയിനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സാലറി നോക്കുകയാണെങ്കിൽ 48,000 മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന അപ് ടു സാലറി എന്ന് പറയുന്നത് 85,000 വരെ അല്ലെങ്കിൽ 67,000 വരെയാണ് സാലറി നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഓർത്തിരിക്കുക. സോ ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 വയസ്സ് മുതൽ 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2/7/1995 1/7/2005 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ഓർത്തിരിക്കുക. സോ ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നുണ്ട് അപ്ലോഡ് ചെയ്യണം മാർക്ക് ഷീറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ ഇനി ആപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് 175 രൂപയാണ്. SC/ST PWD കാൻഡിഡേറ്റിന് 850 രൂപയാണ്. GST ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ വരുന്നത്. ഇനി എക്സാം സ്ട്രക്ചർ പറയുമ്പോൾ പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും, മെയിൻ എക്സാം ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. പ്രിലിമിനറി എക്സാമിൻ്റെ ഒക്കെ സിലബസ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, മെയിൻ എക്സാമിൻ്റെയും. ഓക്കെ, ഇനി എക്സാം സെൻറ്റർ നമുക്ക് പറയാം. കേരളത്തിൽ എക്സാം സെൻറ്റർ കുറേ സ്ഥലത്ത് എക്സാം സെൻറ്റർ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. സോ ഓരോ ബാങ്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. SC കാൻഡിഡേറ്റിന് 782 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ 365 വേക്കൻസിയാണ് ST കാൻഡിഡേറ്റിന് വന്നത്. OBC കാൻഡിഡേറ്റിന് 1337. ഇനി EWS കാൻഡിഡേറ്റിന് 520 വേക്കൻസി. ജനറൽ കാൻഡിഡേറ്റിന് 2204 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 5208 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ പ്രിലിമിനറി എക്സാം കണ്ടക്ട് ചെയ്യുന്ന സെൻറ്റർ എവിടെയൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരുന്ന എക്സാം സെൻറ്റർ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നീ സ്ഥലത്തേക്കാണ് എക്സാം സെൻറ്റർ വരുന്നത്. ഇനി ഇവരിൻ്റെ താഴെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ വേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന നോക്കുകയാണെങ്കിൽ IBPS നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കോമൺ എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ പല ബാങ്കിലേക്കാണ് ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.